ഇന്ന് സോഷ്യൽ മീഡിയകൾ അതുപോലെ തന്നെ നമ്മുടെ മീഡിയകൾ ഒക്കെ ഇന്ന് സമൂഹത്തിൻ്റെ മുന്നിലേക്ക് ഇട്ടുകൊടുക്കുന്നത് ജീവിതം എന്ന് പറയുന്നത് ആസ്വദിക്കാനുള്ളതാണ്, അടിച്ചു പൊളിക്കാനുള്ളതാണ്. അവിടെ പലപ്പോഴും അതിൻ്റെ മുൻഗണനാ ക്രമങ്ങളൊക്കെ താളം തെറ്റുകയും മാറി മറിയുകയും ചെയ്യുന്ന കാഴ്ചയാണുള്ളത്. ജീവിതം ഒരു പ്രത്യേക ലക്ഷ്യത്തിന് വേണ്ടി മാത്രം കാണുന്ന ഒരു സമൂഹത്തിനെ വാർത്തെടുക്കുന്നുണ്ടോ എന്ന് സംശയിക്കുകയാണ്. അവിടെ ലൈംഗികതയാണ് ജീവിതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട മോട്ടീവ് എന്ന് പറഞ്ഞുകൊണ്ട് ആ രൂപത്തിലുള്ള എല്ലാ അരാജകത്വങ്ങളും ഒരു എന്താ പറയുക ക്രെഡിറ്റായി കാണുന്ന ഒരു സമൂഹമായി വളർത്തുന്നതിൽ ഈ മീഡിയകൾക്ക് വലിയ പങ്കുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ അമിതമായ ഒരു ലൈംഗിക ആസക്തി പലരുടെയും ജീവിതം കെടുത്തുന്നുണ്ട് എന്നുള്ളത് യാതൊരു സംശയമില്ല. എന്താണ് അങ്ങനെയുള്ളൊരു വിഷയത്തിനെക്കുറിച്ച് നമുക്ക് ഈ പീസ് റേഡിയോ പ്രേക്ഷകരോട് മുന്നിൽ വെക്കാനുള്ളത്? ബിസ്മില്ലാ. ഹൈപ്പർ സെക്സ്വാലിറ്റി, അതായത് അമിതമായ ലൈംഗിക തൃഷ്ണ. ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം തന്നെ സെക്സ്, ലൈംഗികതയാണ് എന്ന് വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു സാഹചര്യം. കാരണം പണ്ടുള്ളതിനേക്കാൾ വളരെ വിപുലമായിക്കൊണ്ട്, സാർവത്രികമായിക്കൊണ്ട് മീഡിയകൾ, പ്രത്യേകിച്ച് സാമൂഹ്യ മാധ്യമങ്ങൾ ആരുടെ മുമ്പിലും തുറന്നു വെക്കുന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് പ്രായഭേദ വ്യത്യാസം കൂടാതെ അത് തുറന്നിട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരാൾ അതുമായി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു വാക്ക് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു പെരുമഴ പോലെ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് സ്ക്രീനിൽ തെളിയുക. സ്വാഭാവികമായും നമ്മുടെ നിഷ്കളങ്കരായ, അതിനെക്കുറിച്ച് വേണ്ടത്ര അവബോധമോ കഴിവോ അറിവോ ഒന്നും ഇല്ലാത്ത കുട്ടികൾ പോലും അതെല്ലാം കേൾക്കാനും പഠിക്കാനും അത് പ്രയോഗവൽക്കരിക്കാനും ഒരുമ്പെടുന്ന ഒരു സാഹചര്യം. പ്രത്യേകിച്ച് കൗൺസിലർ എന്നുള്ള അർത്ഥത്തിൽ എനിക്ക് പറയാൻ പറ്റും. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് 2-3 അധ്യാപകർ വന്ന് സംസാരിച്ചൊരു വിഷയം കുട്ടികളുടെ ലൈംഗികതയോടുള്ള ആ ഒരു കാഴ്ചപ്പാടാണ്. ചെറിയ കുട്ടികൾ പോലും അത്തരം ഗവേഷണങ്ങളിലും പഠനങ്ങളിലുമാണ്. ചെറിയ കുട്ടികൾ ഇത്തരം കാര്യങ്ങൾ 5ാം ക്ലാസ്സിലും 6ാം ക്ലാസ്സിലും ഒക്കെ പഠിക്കുന്ന കുട്ടികൾ വീട്ടിൽ പോയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു. ഇത് രക്ഷിതാക്കൾക്കും ഈ കുട്ടികളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയില്ല. കാരണം മുമ്പൊന്നും കേട്ടുകേൾവിയില്ലാത്ത, അനുഭവമില്ലാത്ത കാര്യങ്ങളാണ്. പ്രായപൂർത്തി എത്തുന്നതിന് മുമ്പ് തന്നെ ചെറിയ കുട്ടികൾ ആ വീട്ടിലുള്ള ജ്യേഷ്ഠൻ്റെയോ അനിയൻ്റെയോ ഒക്കെ മക്കളുമായിട്ട് അത്തരം ക്രീഡകളിൽ ഏർപ്പെടുന്ന സാഹചര്യങ്ങൾ മാതാപിതാക്കൾ കാണാനിട വരികയാണ്. അത് അവരിൽ ഉണ്ടാക്കുന്ന മാനസിക സംഘർഷം വളരെ വലുതാണല്ലോ. അപ്പോൾ ഈ ഒരു പരിപ്രേക്ഷ്യത്തിൽ, ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ് ഹൈപ്പർ സെക്സ്വാലിറ്റി. അമിതമായ ലൈംഗിക തൃഷ്ണ വരുത്തി വെക്കുന്ന അപകടങ്ങൾ എന്തൊക്കെയാണ്, അത് കുട്ടികളിലും മുതിർന്നവരിലും ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, എന്താണ് അതിൻ്റെ പരിഹാരം? അതാണ് ഇന്നത്തെ സ്നേഹക്കൂടിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെ പേരിൽ എന്തും ഏതും എവിടെയും ആരോടും എങ്ങനെയും പറയാമെന്നതാണ് ഇന്നത്തെ പോളിസിയായി പലരും എടുത്തുള്ളതാണ്. ഒരു ക്യാമറയും അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോണും ഉണ്ടെങ്കിൽ പ്രത്യേകം വല്ല മീഡിയയുടെ പേരും പറഞ്ഞ് റോട്ടിലേക്ക് ഇറങ്ങുകയാണ് അവതാരകർ എന്ന പേരിൽ. എന്തും ആരോട് ചോദിക്കാം. അത് ചെറിയ കുട്ടികളാണെന്നോ മുതിർന്ന പ്രായമെത്തിയ ആളുകളാണെന്നോ ഇതൊന്നും അവരുടെ മുന്നിൽ കാഴ്ചപ്പാടുകളല്ല. എന്നിട്ട് ദ്വയാർത്ഥമുള്ള പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ലൈംഗിക ചുവയുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് വളരെ ഒരു മോശമായ സാഹചര്യത്തിലൂടെയൊക്കെ കൊണ്ടുപോവുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇത് കുട്ടികൾ കാണുന്നു, അല്ലെങ്കിൽ കുട്ടികളോട് ചോദിക്കുന്നു. ചെറിയ കുട്ടികൾക്ക് അതെന്താണെന്ന് പോലും അറിയില്ല. പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ അതറിയാനുള്ള അമിതമായൊരു വാഞ്ച, അമിതമായൊരു ആവേശം കുട്ടികളിൽ കാണാൻ പലപ്പോഴും ഇങ്ങനെയുള്ള പല കാര്യങ്ങളും എത്തിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെയുള്ള അമിതമായ ലൈംഗിക ആസക്തി കുട്ടികളിലും മുതിർന്നവരിലും സമൂഹത്തിലെ പല ആളുകളിലേക്ക് ഇട്ടുകൊടുക്കുക എന്നുള്ളതാണ്.